നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ടതും അഴിമതി, അതായത് നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ചതും പ്രശാന്തനാണ്. ഈ പെട്രോൾ പമ്പിന്റെ ഉടമയായ പ്രശാന്തനാണ്. പക്ഷെ പ്രശാന്തനെ ഒരിടത്തും പ്രതി ചേർത്തതായി നമ്മൾ കണ്ടിട്ടില്ല. ഈ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപി നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞത്, ഏത് നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോയാലും ഞാൻ ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ കൈവിട്ട ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതായത് കേന്ദ്രം പോലും പ്രശാന്തൻ അനുകൂലമായി നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇതിൽ? പ്രശാന്ത് ഒരു ചെറിയ മീനല്ല. ധന്യ പറഞ്ഞതുപോലെ പ്രശാന്തൻ ഒരു ചെറിയ മീനല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ആരൊപ്പം നിന്നില്ലെങ്കിലും സുരേഷ് ഗോപി ഒപ്പം ഉണ്ടാകുമെന്നൊരു വിശ്വാസം നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പെട്രോളിയം മന്ത്രിയാണ്, പെട്രോളിയം സഹമന്ത്രിയാണ്. പെട്രോളിയം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കുന്ന കമ്പനികളൊക്കെ ബന്ധപ്പെട്ട് സർക്കാരിന് എത്രത്തോളം നിയന്ത്രണമുണ്ട് എന്നുള്ളതും ഇല്ല എന്നൊക്കെ ഇവർ പറയുമ്പോഴും കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്തതൊന്നും ഇന്ത്യയിൽ വെച്ച് ഉറപ്പിക്കില്ല കേന്ദ്രം എന്നുള്ളതും നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ വഖഫ് ബോർഡ് ഒഴികെ അത് പ്രത്യേകിച്ച് പറയണമല്ലോ. അപ്പോൾ രണ്ടാമത്തത്, ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അന്ന് ഈ പ്രശ്നം വന്ന സമയത്ത് തന്നെ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുക മാത്രമല്ല, അദ്ദേഹം മഞ്ജുഷയെ പോയി കാണുകയും മഞ്ജുഷയെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ കേസിനകത്ത് പെട്രോൾ പമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അതിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പമ്പ് തുടങ്ങുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായി പെട്രോളിയം മന്ത്രാലയം അന്വേഷിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ പമ്പിന് അനുമതി ലഭിക്കില്ല. ആ പമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ആ തരത്തിൽ വേറെ എന്തെങ്കിലും ക്രിമിനൽ നടപടികൾ ആ പമ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ക്രിമിനൽ ചട്ടപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അന്ന് കേട്ടത്. നമ്മളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു. കാരണം സുരേഷ് ഗോപി നമുക്കറിയാം, സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ധന്യയും ഉൾപ്പെടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കൃത്യമായി ന്യൂസ് ചെയ്തു, വാർത്തകൾ ചെയ്തു. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് കുടുംബത്തെ കേന്ദ്രവും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചതിച്ചോ? അത്തരം ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം കേന്ദ്രം കൃത്യമായി ഒരു CBI അന്വേഷണത്തിലൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ കേന്ദ്ര ഡിപ്പാർട്ട്മെന്റിലേക്ക് പരിശീലനത്തിന് വേണ്ടി മുങ്ങിയ കലക്ടർ ഉണ്ടല്ലോ, അരുൺ K. വിജയൻ മുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിശീലന കാലയളവ് പൂർത്തിയാക്കുന്നവരൊന്നും അവിടെ നിൽക്കാൻ കേന്ദ്രം അനുവദിക്കില്ല, തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. ആ രീതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ചില നല്ല പോസിറ്റീവായുള്ള സമീപനങ്ങളൊക്കെ വരുമ്പോഴും എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താത്തത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത് ചോദിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, കൊടിക്കുന്നിൽ സുരേഷ് MP ഇവിടെ അടൂർ പ്രകാശാണോ കൊടുക്കുന്നിൽ സുരേഷ്? അടൂർ പ്രകാശ് ഒരു ചോദ്യം ലോക്സഭയിൽ ഉന്നയിച്ചു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പെട്രോളിയം മന്ത്രാലയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം മന്ത്രാലയം നടത്തുന്നുണ്ടോ, പ്രശാന്തനുമായി ബന്ധപ്പെട്ട് ഈ പമ്പിന് അനുമതിയുണ്ടോ, ഈ പമ്പ് യഥാർത്ഥ നിയമപ്രകാരം തന്നെയാണോ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി പെട്രോളിയം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്, ആ തരത്തിൽ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പെട്രോളിയം കമ്പനികൾക്കാണ്, അവരാണ് അത് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അന്ന് പറഞ്ഞ സുരേഷ് ഗോപി എവിടെ, ഇന്ന് പറഞ്ഞ സുരേഷ് ഗോപി എവിടെ? അന്ന് പറഞ്ഞ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയും ഇന്ന് പറഞ്ഞ സുരേഷ് ഗോപി നിയമം അനുശാസിക്കുന്ന മന്ത്രിയായ സുരേഷ് ഗോപിയുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേന്ദ്രത്തിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്. അവിടെ മന്ത്രിക്ക് ഒരു പബ്ലിക് ഡൊമൈനിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്, അവിടെ രേഖപ്പെടുത്തുന്നതാണ്. അതിലേതെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് പെട്രോളിയം മന്ത്രാലയങ്ങളുടെ പെട്രോളിയം കമ്പനികളുടെ തലയിലേക്ക് ഇത് ചാരി വെച്ചുകൊണ്ട് സുരേഷ് ഗോപി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ പെട്രോളിയം മന്ത്രി എനിക്ക് തോന്നുന്നു ധർമ്മേന്ദ്ര പ്രധാനാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ അന്വേഷണം നടത്താൻ ഒരു പണിയുമില്ല ഇവർക്ക്. പെട്രോളിയം കമ്പനികൾക്ക് നിർദ്ദേശം കൊടുക്കാം, ഇനി ഇവർക്ക് തന്നെ നേരിട്ട് അന്വേഷണം നടത്താനുള്ള എത്രയോ ലൂപ്പ് ഹോൾസും വഴികളും അന്വേഷണ ഏജൻസികളും ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ തരത്തിൽ പ്രശാന്തിനെതിരെ യാതൊരു അന്വേഷണവും നടത്താതെ നിൽക്കുന്നതിൻ്റെ പുറത്ത് ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കേന്ദ്രത്തെ പോലും പിടിക്കാനൊന്നും ഈ പ്രശാന്തിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. പക്ഷേ കഴിവുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഞാൻ അങ്ങനെ മീൻസ് പ്രശാന്തന് അത്തരത്തിൽ പിടിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ
പ്രശാന്തൻ ആരുടെയൊക്കെയോ ബിനാമികളാണ്, ആ ബിനാമികൾ CPM-മായി ബന്ധപ്പെട്ടവരാണ്, അവർക്ക് കേന്ദ്രത്തെ പോലും വിലക്കെടുക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒപ്പം സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇതുവരെ അദ്ദേഹത്തെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞാനും ധന്യയും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കൃത്യമായി മാധ്യമങ്ങളൊക്കെ ആക്രമിക്കുന്ന സമയത്ത് പോലും നമ്മൾ അദ്ദേഹത്തോടൊപ്പമാണ് നിന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു എന്ന് കരുതി അദ്ദേഹം ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പറയാതിരിക്കില്ല. അപ്പം അതങ്ങനെ പറ്റില്ലല്ലോ തന്നെയാ. അപ്പം എന്തായാലും സുരേഷ് ഗോപി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും കൃത്യമായി ഇടപെട്ട് ഇതൊരു നിയമ നടപടി ഉണ്ടാക്കണം. മഞ്ജുഷയോട് പറഞ്ഞ വാക്ക് വെറും ഒരു കളവായിരുന്നു എന്ന് മലയാളത്തിലെ കേരളത്തിലെ സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്. ധന്യക്ക് എന്താ തോന്നുന്നത്? അല്ല, ഇതിപ്പോ പൊതുപ്രവർത്തനായ ശ്രീജയൻ അദ്ദേഹം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിനൊരു കത്തയച്ചിരുന്നു. ഈ പ്രശാന്തന്റെ 3 വർഷത്തെ പരിചയം ഉണ്ടാകണം, മറ്റു ജോലികൾക്കൊന്നും പോകാൻ പാടില്ല, ഈ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാകില്ല. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഏതർത്ഥത്തിലാണ് ഈ പെട്രോൾ പമ്പിന് അപേക്ഷ സമർപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ കുറേ നിയമവശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കത്ത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് അയച്ചത്. പക്ഷേ പെട്രോളിയം മന്ത്രാലയം അതിൽ കൃത്യമായ മറുപടി അദ്ദേഹത്തിന് തിരിച്ചു വന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ്. ഈ TV പ്രശാന്തനെ, ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വിളിപ്പേരാണ്, അയാളുടെ യഥാർത്ഥ പേര് പ്രശാന്ത് എന്നായിരുന്നു. അപ്പോൾ പ്രശാന്തനെ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തൻ എന്ന് കൃത്യമായി അറിയാവുന്ന അത്രയും അടുപ്പമുള്ള ഒരാളാണ് കേന്ദ്രം പെട്രോളിയം മന്ത്രാലയത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ല, എല്ലാം കൃത്യമായി നടപ്പിലാക്കിയത് കൊണ്ടാണ് പ്രശാന്തന് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള ലൈസൻസ് അനുവദിച്ചത് എന്നാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ലൈസൻസ് അനുവദിക്കണമെങ്കിൽ കേന്ദ്രം കുറേ മാനദണ്ഡങ്ങൾ വയ്ക്കുന്നുണ്ട്. നേരിട്ട് തന്നെ ഇത് പമ്പ് നടത്തണം, മറ്റു ജോലികൾക്കൊന്നും പോകാൻ പാടില്ല, ഇനി മറ്റ് പ്രൈവറ്റ് ജോലിയോ സർക്കാർ ജോലിയോ ഉണ്ടെങ്കിൽ ആ ജോലി കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ജോലി മതിയാക്കിയതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് അയച്ചു നൽകിയാൽ മാത്രമേ, അല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തിന് അയച്ചു നൽകിയാൽ മാത്രമേ ഈ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. എവിടെയും ജോലി ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായ തെളിവ് നൽകണം. ഇവിടെ പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനാണ്. പ്രശാന്തിന് എവിടെ ഈ പണം, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്? ഈ ജോലി രാജിവെച്ചിട്ടല്ല പ്രശാന്തൻ പെട്രോൾ പമ്പ് തുടങ്ങാനായുള്ള അപേക്ഷ നൽകിയതും NOC വാങ്ങിയതുമൊക്കെ. ഈ ലൈസൻസ് കിട്ടിയത് എങ്ങനെയാണ്? ഈ പള്ളിയുടെ വസ്തു പാട്ടക്കരാറിന് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 23 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്താണ് എടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പണം 98,500 രൂപ, 1 ലക്ഷം രൂപ പോലും തികച്ച് കയ്യിലെടുക്കാനില്ലാത്ത പ്രശാന്തൻ എങ്ങനെയാണ് ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിച്ചത്? അപ്പോൾ പാർത്ഥൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രധാന പോയിന്റാണ്. പ്രശാന്തനല്ല ഇതിലെ ചെറിയ മീന്, ഇതിലെ വമ്പൻ സ്രാവുകൾ മറ്റ് ആളുകളാണ്. പ്രശാന്തൻ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നു. നാളെ പിടിക്കപ്പെട്ടാൽ പ്രശാന്തൻ മാത്രമായിരിക്കണം. പ്രശാന്തനെ പിടിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രശാന്തനെതിരെ കേസ് എടുത്തിട്ടില്ല. കൈക്കൂലി കൊടുത്തു, കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉള്ളപ്പോൾ പ്രശാന്തനെ അത്തരത്തിൽ പ്രശാന്തനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ പ്രശാന്തൻ നടത്തിയെന്ന് പറയുന്നുണ്ട്. അതിലൊന്നും പ്രശാന്തനെതിരെ എന്താ പറയുക നടപടി സ്വീകരിച്ചിട്ടില്ല. ദിവ്യയ്ക്ക് ശേഷം 2ാം പ്രതിയായി ചേർക്കേണ്ടത് പ്രശാന്തനെയാണ്. പക്ഷേ ഇവിടെ പ്രതി ദിവ്യ മാത്രമാണ്, മറ്റാരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അപ്പോൾ പ്രശാന്തനെ സഹായിക്കാൻ ഒരു വമ്പൻ ടീമുകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപി ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സുരേഷ് ഗോപിക്ക് ഇക്കാര്യങ്ങൾ എൻ്റെ ഒരു ഇതിൽ സുരേഷ് ഗോപി ഒരിക്കലും അത്തരത്തിൽ ഒരു കുടുംബത്തിന് അനീതി അല്ലെങ്കിൽ നീതി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ല. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതല്ല, ഇത് പെട്രോളിയം കമ്പനികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ കുടുംബത്തിന് കൊടുത്തൊരു വാക്കുണ്ടല്ലോ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, ഈ പമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനീതി നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഞാൻ കുടുംബത്തിന് നീതി കിട്ടും വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഒരു വിധവയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചതി എന്നേ ഞാൻ പറയൂ. കാരണം അദ്ദേഹം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി കൂടിയാണ്. ഈ പ്രശാന്തൻ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ലൈസൻസ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയും. അദ്ദേഹമോ ഈ കേന്ദ്രം പെട്രോളിയം മന്ത്രിയോ വിളിച്ച് എന്താണ് ഈ പ്രശാന്തൻ്റെ അപേക്ഷ ഫോറം, ആ അപേക്ഷ ഫോറം എവിടെയാണ്,
അതിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങളുമായി കൃത്യമായി പാലിച്ചനുസരിച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ കൃത്യമായി വിളിച്ചന്വേഷിക്കാൻ ഒരു ഫോൺ കോൾ മതി. അതുപോലും ചെയ്യാൻ കേന്ദ്രം മെനക്കെടുന്നില്ല എങ്കിൽ CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാര ഇക്കാര്യത്തിൽ സജീവമായി നടക്കുന്നുണ്ട്. CBI അന്വേഷണമല്ല, ഒരു അന്വേഷണവും മഞ്ജുഷ ആഗ്രഹിച്ചാൽ പോലും, ഇനി കോടതി ഇടപെട്ടാൽ CBI വന്നാൽ പോലും ഒരു CBI-ക്കും ഒരു മൂക്കുകയർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അല്ലെങ്കിൽ തന്നെ CJP എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാണോ അവരുടെ ശ്രമം? അങ്ങനെ ഊട്ടിയുറപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവർ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുത്താൽ ആർക്ക് നല്ലത്? BJP-ക്കും CPM-നും നല്ലത്.